നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൂറ്റനാട് കോതച്ചിറ പ്രദേശത്തുണ്ടായ അതിശക്തമായ മിന്നൽ ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം. 20-ലേറെ മരങ്ങൾ കടപുഴകി വീണു. ഒരു വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും പറന്നുപോയി. വ്യാഴാഴ്ച കാലത്ത് 8:45 ഉഗ്രശബ്ദത്തോടെ ചുഴലിക്കാറ്റ് കോതച്ചിറ പ്രദേശത്ത് മിന്നൽ ചുഴലി വീശിയടിച്ചത്. കടന്നുപോയ വഴിയിലെല്ലാം കനത്ത നാശം വിതച്ച ചുഴലിക്കാറ്റിൽ കോതച്ചിറ സ്വദേശിനി കുന്നത്തുവളപ്പിൽ സൗദാമിനിയുടെ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും പറന്നുപോയി. വീടിന്റെ മേൽക്കൂരയിലെ ആസ്പെറ്റോസ് ഷീറ്റുകൾ 20 മീറ്ററിലധികം ദൂരെയാണ് ചെന്നു വീണത്. ചില ഷീറ്റുകൾ സമീപത്തെ വീടുകൾക്ക് മുന്നിലും ഒഴിഞ്ഞ പറമ്പിലേക്കും പറന്നെത്തി. സംഭവ സമയം വീടിനകത്ത് ആളില്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. ഞാൻ പണിക്ക് കൊടുക്കായിരുന്നു. അപ്പൊ അടുത്ത വീട്ടിലെ ചേച്ചി വന്നിട്ട് അപ്പൊ സീറ്റ് പോയിണ്ട്, സൗദാനിയച്ചയുടെ സീറ്റ് ഒന്ന് പോയിണ്ട്, ഒന്ന് വന്ന് നോക്കിക്കോളെ പറഞ്ഞു. ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് വരുമ്പോഴേക്കും വന്ന് നോക്കുമ്പോൾ മുഴുവൻ ഇതാ കാണുന്നത്. പിന്നെ നമ്മളെന്താ ചെയ്യാ? ഇതിനോട്ട് നമുക്ക് വേറൊരു വഴിയില്ല, ഈ ഒരു തന്നെയില്ലേ, എന്താ ചെയ്യാന്നുള്ളൊരു പിടുത്തമില്ലാണ്ട് ചെയ്യാക. പിന്നെ ടെൻഷനായി. അപ്പോഴേക്കും ഇവരൊക്കെ ഓടിക്കൊണ്ട് വന്നു. കാറ്റ് വന്നിട്ട് ഇത് ഒന്നും ഉണ്ടായിട്ടില്ലേ, ഈ തൂണൊക്കെ പോയി പോക്ക് നോക്കി. കാറ്റ് കടന്നുപോയ വഴിയിലെല്ലാം 20-ലേറെ മരങ്ങളും കടപുഴകി വീണിട്ടുണ്ട്. കോതച്ചിറയിൽ നിർത്തിയിട്ടിരുന്ന പെരുമണ്ണൽ സ്വദേശിയുടെ ട്രാക്ടറും കാറ്റിൽ മരം വീണ് തകർന്നു. കൂടാതെ പ്രദേശത്തെ നിരവധി വീടുകളുടെ മതിലുകൾക്കും ഗേറ്റുകൾക്കും തകർച്ച സംഭവിച്ചിട്ടുണ്ട്. നാട്ടിൽ പലയിടങ്ങളിലും ഉഗ്രമുഴക്കത്തോടെയുള്ള കാറ്റിന്റെ ശബ്ദം കേട്ടിരുന്നതായും നാട്ടുകാർ പറയുന്നു. വളരെ ദയനീയമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. കാരണം ഇത് കംപ്ലീറ്റ് ഇവിടെ ഏതാണ്ട് 2-3 മിനിറ്റ് നിന്നിട്ട് തിരിഞ്ഞു എന്നാണ് പറയുന്നത്. അത്രയും ഭീകര ശബ്ദത്തോടു കൂടിയിട്ടുള്ള കാറ്റ് ഷീറ്റുകളൊക്കെ എടുത്ത് വീട് വ്യാപകമായിട്ട് പോയിരിക്കുന്നു. ഇതിൽ ഇനി ഒന്നും ബാക്കിയില്ല. ഇവരാണെങ്കിൽ കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ആളുകളാണ്. എന്തെങ്കിലുമൊക്കെ അധികാരികളുടെ ദയവിലേക്ക് വരണം. പിന്നെ മൊത്തത്തിൽ വ്യാപകമായിട്ടുള്ള നഷ്ടങ്ങൾ, മരങ്ങളാണ് വ്യാപകമായിട്ട് കടപുഴങ്ങിയിരിക്കുന്നത്. വലിയൊരു എന്താ പറയുക, അത് വലിയൊരു ദുരന്തം തന്നെയാണെന്ന് കാലത്ത് കോതച്ചിറയിൽ ഉണ്ടായിരിക്കുന്നത്. ശക്തമായിട്ടുള്ള കാറ്റായി. ഇപ്പോൾ നമ്മളിപ്പോൾ അടുത്ത കാലത്തൊന്നും ഇത്രയും ശക്തമായിട്ടുള്ളൊരു കാറ്റ് എൻ്റെ അറിവിലുണ്ടായിട്ടില്ല. കാരണം അത് അല്ലെങ്കിൽ തന്നെ ഈ ഷീറ്റുകൾ, ഇവിടുത്തെ വീടിൻ്റെ ഷീറ്റുകൾ എടുത്തിട്ട് നമ്മുടെ അപ്പുറത്തെ വീടിൻ്റെ ഏതാണ്ട് ഒരു 100 മീറ്റർ അപ്പുറത്താണ് പോയി വീണിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് മരങ്ങൾ അപ്പുറത്തുനിന്ന് ഏതാണ്ട് ഒരു 100 മീറ്ററിന് കടപുഴങ്ങി വന്നിട്ട് അതിൻ്റെ ഒരു കൊമ്പ് ഇവിടെയാണ് വന്ന് കിടക്കുന്നത്. ഇത്രയും ഭീകരമായിട്ടുള്ളൊരു കാറ്റ് അടുത്തൊന്നും ഉണ്ടായിട്ടില്ല. അത് ഭയങ്കരം തന്നെയാണ്. അപ്പോൾ ഈ വീടൊക്കെ അവരുടെയൊക്കെ കാര്യം വലിയ കഷ്ടത്തിലാണ്. തലയ്ക്ക് മുകളിൽ തീഗോളം, മറുവശത്ത് കുളം. കൂറ്റനാട് കോതച്ചിറയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിനുള്ളിൽ അകപ്പെട്ട ശേഷം തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് തൊഴിലുറപ്പ് ADS സതി. എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ കരയണതിക്ക് കേൾക്കാണ്ട്, പക്ഷെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അങ്ങോട്ട് പോയ കറണ്ട് അങ്ങോട്ട് പോകാൻ പേടിയേ. ബാഗൊക്കെ തോളന്ന് പോയി. അതേ സ്പീഡായിരുന്നു. ആണ് ഈ കാറ്റിങ്ങനെ ഭൂ പറഞ്ഞിങ്ങനെ വരുന്നത്. അപ്പം ആ മരത്തിൻ്റെ കൊമ്പൊക്കെ പൊട്ടിയിട്ട് ഉയർന്നങ്ങോട്ട് പോയി. പിന്നെ കാറ്റ് തന്നെ. ഇപ്പം സദ്യ അതിൻ്റെ നടുക്കലാ. സദ്യ അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വെച്ച് വലിയ അവിടെ നോക്കി നിൽക്കുമായിരുന്നു. അതിലെല്ലാവരും സദ്യയെ വിളിച്ച് കരച്ചിലും പറച്ചിലും ഒക്കെ ഈ ബഹളായി. പള്ളിയിലുള്ള ഒരാളിങ്ങോട്ട് ഓടി വന്നു. വരാൻ പറ്റണ്ടേ? സദ്യയുടെ കാലിൻ്റെ അടിയിലത്തെ മണ്ണ് വരെ പോയി. ഞങ്ങൾ കെടുക്ക് പറയണ്ടേ, അവിടെ അന്ന് കിടന്നോന്ന് പറയുന്നുണ്ട്. വ്യാഴാഴ്ച കാലത്ത് 8:45 കൂറ്റനാട് കോതച്ചിറ പ്രദേശത്ത് വീശിയടിച്ച ചുഴലിക്കാറ്റിനുള്ളിൽപ്പെട്ട തൊഴിലുറപ്പ് ADS സതി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ഏതാണ്ട് 3 മിനിറ്റിലേറെ സമയം ഇവർ ചുഴലിക്കാറ്റിനുള്ളിൽ അകപ്പെട്ടു. സമീപ പ്രദേശത്തുണ്ടായിരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾ അലറിക്കറിഞ്ഞ് ഒച്ചവെച്ചെങ്കിലും സതിക്ക് പുറത്തിറങ്ങാനായില്ല. തലയ്ക്ക് മുകളിൽ വൈദ്യുതി ലൈൻ കൂട്ടിയുരസി തീഗോളം രൂപപ്പെട്ടു. മറുവശത്ത് ആഴത്തിലുള്ള വലിയ കുളവും. ഇതിനിടയിൽ കാഴ്ച പൂർണ്ണമായും മറിഞ്ഞു പോവുകയും ചെയ്തതായി സതി പറഞ്ഞു. NRGSന്റെ NMMS എടുക്കുക എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ മൊബൈൽ ഓപ്പൺ ആക്കിയിട്ട് ഇത് എടുക്കാൻ നേരത്താണ്. അപ്പോൾ ഇവർ മഴ പെയ്തപ്പോൾ അങ്ങോട്ട് കയറി നിന്നു പള്ളിയുടെ അവിടേക്ക്. അപ്പോൾ ഈ കുളത്തിൻ്റെയും ഇതിൻ്റെ അടുത്ത് ഞാനവിടെ പെട്ടു. അപ്പോൾ വലിയൊരു ശബ്ദത്തോടു കൂടി കറണ്ട് കമ്പിയുടെ മുകളിൽ വലിയൊരു തീകോളം പോലെ ഇതായി. അപ്പോൾ അങ്ങോട്ട് പോകാനും പറ്റില്ല. അങ്ങോട്ട് പോയാൽ കറണ്ട് കമ്പി, ഈ ഭാഗത്ത് കുളം. അപ്പം ഞാൻ അവിടെ പിടിച്ചു നിന്നു. കോടയൊക്കെ പറന്നു പോയി, കാലിൻ്റെ അടിയിൽ മണ്ണൊക്കെ പോയി. അങ്ങനെ അങ്ങോട്ട് അതിൽ ഇവരെല്ലാവരും കൂടി ഉറക്കം നിലവിളിച്ച് വിളിച്ചിട്ട് വരും, വാ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേടി കാരണം അവിടെ നിന്ന് നീങ്ങില്ല. പിന്നെ നടക്കാനും പറ്റണില്ല, കാറ്റിൻ്റെ ആ കാഠിന്യം കാരണം. അത് അങ്ങനെ അങ്ങോട്ട് പോയോടുകൂടി ഞാൻ അപ്പം കവന്ന് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ അങ്ങോട്ട് കാറ്റ് പോയി. എന്തുണ്ടായെന്നൊരു പെട്ടെന്നൊരു സ്വപ്നം പോലെ തോന്നുന്നത്.
കാലിനടിയിലെ മണ്ണും ചെരുപ്പും ബാഗും കുടയുമെല്ലാം ചുഴലിക്കാറ്റ് വലിച്ചെടുത്തു. കൂടെ സമീപത്തെ മരങ്ങളുടെ കൊമ്പുകളും. ഇതിനിടെ നിലത്ത് പ്രാണരക്ഷാർത്ഥം കിടക്കാൻ ശ്രമിക്കുന്നതിനിടെ ചുഴലിക്കാറ്റ് പതിയെ ദിശ മാറി അപ്രത്യക്ഷമാവുകയായിരുന്നുവെന്നും ഇവർ പറഞ്ഞു. പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് സദ്യയെങ്കിലും ചുഴലിക്കാറ്റിന്റെ രൗദ്രഭാവം കണ്ടതിന്റെ ഞെട്ടലിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ. അതോടുകൂടിയിട്ടാണ് ഈ കാറ്റ് ഇങ്ങനെ ചുഴലിക്കാറ്റ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ഒരു ഇരുണ്ട് ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് ഉണ്ട്. അതിൽ സദ്യ അതിൽ ഇങ്ങനെ കാലിങ്ങനെ വെച്ചാൽ ഇരിക്കില്ല. അങ്ങനെ പോവുകയാണേ. കുളത്തിന്റെ പക്കാണ്, കുളത്തിലേക്ക് വീഴുവോ ഒന്ന് അറിയില്ല. പിന്നെ ഇതിന്റെ മുകളിലേക്ക് നോക്കുമ്പോ ഇനി അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് അറിയില്ല. വരുമോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നെല്ലിയും വലിയ ഞങ്ങളൊക്കെ നെല്ലോളി തുടങ്ങിയപ്പോഴത്തേനും. പട്ടാമ്പിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് പിന്തുണയുമായി കാലിക്കറ്റ് NIT വിദഗ്ധ സംഘം പട്ടാമ്പിയിലെത്തി. ഒരാഴ്ചക്കാലം സംഘം മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ സന്ദർശിച്ച് പഠന പ്രവർത്തനങ്ങൾ നടത്തും. ഇതുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് മുഹസിൻ MLA അധ്യക്ഷതയിൽ യോഗം ചേർന്നു. പട്ടാമ്പിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് പിന്തുണയുമായാണ് കാലിക്കറ്റ് NIT വിദഗ്ധ സംഘം പട്ടാമ്പി മണ്ഡലത്തിൽ എത്തിയിരിക്കുന്നത്. പട്ടാമ്പി മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന പശ്ചാത്തല സൗകര്യങ്ങൾ, കാർഷിക, വ്യാവസായിക, സാംസ്കാരിക മേഖലയിലെ വികസനം കൂടുതൽ കരുത്തുറ്റേകുന്നതിന് NITയുടെ സേവനം മുഹമ്മദ് മുഹസിൻ MLA ആവശ്യപ്പെട്ടിരുന്നു. കേന്ദ്ര സർക്കാർ സെന്റർ ഫോർ എക്സലൻസ് ആയി പ്രഖ്യാപിച്ച NITയുടെ ശാസ്ത്രീയ പഠനങ്ങൾ വികസന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തുകയും കാലാവൃത്തിയായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. NITയിലെ പ്രൊഫസർ ഡോക്ടർ മുഹമ്മദ് ഫിറോസ്, ഡോക്ടർ ലക്ഷ്മി, മറ്റു വിദ്യാർത്ഥികളടങ്ങിയ സംഘമാണ് പട്ടാമ്പിയിൽ എത്തിയിരിക്കുന്നത്. മുഹമ്മദ് മുഹസിൻ MLA അധ്യക്ഷതയിൽ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ബന്ധപ്പെട്ടവരുടെ യോഗവും വിളിച്ചു ചേർത്തു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ ഡോക്ടർ ഫിറോസിന്റെ നേതൃത്വത്തിൽ MLA എഴുതി നൽകിയ വിഷയങ്ങളിൽ പ്രസന്റേഷനും നടന്നു. വിവിധ വിഷയങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തു. എന്റെ അറിവിൽ ഞാൻ 20 വർഷമായി നഗരാസൂത്രണ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എന്റെ ഡോക്ടറേറ്റും എല്ലാം ഇതിൽ തന്നെയായിരുന്നു, IT കറക്റ്റ്. ഇന്നേ വരെ ഒരു MLAയും കോൺസ്റ്റിറ്റ്യുവൻസി ഡെവലപ്മെന്റ് എന്നൊക്കെ എന്റെ അറിവിലേക്ക് കിട്ടിയിട്ടില്ല. ഒരു ആശയം ആരും ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു MLA ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഇപ്പൊ നമുക്കിപ്പോ 7 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റി ഉണ്ട്. ഈ 7 പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും എന്നെ ഇന്റഗ്രേറ്റ് ചെയ്ത് കോൺസ്റ്റിറ്റ്യുവൻസി എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നതിന്റെ ഒരു പ്രാരംഭ ചർച്ചയും പ്രാരംഭ സ്റ്റഡി മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 3 മാസമാണ് ഈ സ്റ്റഡി ഉദ്ദേശിക്കുന്നത്. ഇവർ 10 ദിവസം അവിടെ ഉണ്ടാവും പ്രിലിമിനറി ഡാറ്റ കളക്ഷനുമായിട്ട്. നിങ്ങൾ എല്ലാവരും വന്ന് കാണും. നിങ്ങളെ കൊണ്ടുള്ള ഡാറ്റാസ് കൊടുക്കുക, അല്ലെങ്കിൽ അവർ വീണ്ടും വന്ന് നിങ്ങൾ ശല്യം ചെയ്യും. നമ്മൾ NITയിലെ വിദഗ്ധ ടീം ഒരാഴ്ച പട്ടാമ്പി മണ്ഡലത്തിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭയിലും പഠന പ്രവർത്തനങ്ങളുമായി സജീവമാകും. MLAയുടെ അധ്യക്ഷതയിലിരുന്ന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ തുടങ്ങിയവരും പങ്കെടുത്തു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന 3 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾക്ക് അന്തിമ രൂപമായി. വാടാനാംകുറിശി, തിരുവേഗപ്പുറ, മൂതുതല ഡിവിഷനുകളാണ് ബ്ലോക്കിൽ ഉൾപ്പെടുന്നത്. പട്ടാമ്പി ബ്ലോക്ക് പരിധിയിൽ 3 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളാണ് വരുന്നത്. വാടാനാംകുറിശി, തിരുവേഗപ്പുറ, മുതുതല എന്നിവയാണ് ഇവ. വാടാനാംകുറിശി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ പൂർണ്ണമായും പട്ടാമ്പി ബ്ലോക്ക് പരിധിയിലെ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളാണ് വരുന്നത്. വാടാനാംകുറിശി, കാരക്കാട്, മരുതൂർ, നാട്യമംഗലം, മുളയങ്കാവ് ടൗൺ എന്നീ ബ്ലോക്ക് ഡിവിഷനുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. മുതുതല ജില്ലാ ഡിവിഷനിൽ 7 ബ്ലോക്ക് ഡിവിഷനുകൾ ഉൾപ്പെടുന്നുണ്ട്. പട്ടാമ്പിക്ക് പുറമെ തൃത്താല ബ്ലോക്കിലെ ഒരു ബ്ലോക്ക് നിയോജകമണ്ഡലവും ഇതിൽ ഉൾപ്പെടും. മുതുതലയിൽ കൈപ്പുറം, എടപ്പലം, വിളയൂർ, കൊപ്പം, മുതുതല, പെരുമുടിയൂർ, തൃത്താല ബ്ലോക്ക് പരിധിയിലെ തൃത്താല ബ്ലോക്ക് ഡിവിഷനുകളാണ് വരിക. തിരുവേഗപ്പുറ ജില്ലാ ഡിവിഷനിൽ 6 ബ്ലോക്ക് ഡിവിഷനുകളാണ് വരുന്നത്. തിരുവേഗപ്പുറ, പള്ളിപ്പുറം, കാരക്കുത്ത്, പരുതൂർ, തൃത്താല ബ്ലോക്ക് പരിധിയിലെ മേഴത്തൂർ, കൂടല്ലൂർ ബ്ലോക്ക് ഡിവിഷനുകൾ കൂടിയേ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. തിരുവേഗപ്പുറ, വാടാനാംകുറിശി ജില്ലാ ഡിവിഷനുകളിൽ 6 വീതവും മുതുതല ജില്ലാ ഡിവിഷനിൽ 7 ബ്ലോക്ക് ഡിവിഷനുമാണ് വരുന്നത്. പട്ടാമ്പി ബ്ലോക്ക് പരിധിയിൽ വരുന്ന ഡിവിഷനുകൾ നേരത്തെ മറ്റു വിധത്തിലാണ് വിഭജിച്ചിരുന്നത്. ജില്ലാ പഞ്ചായത്ത് കരടായി പ്രസിദ്ധീകരിച്ച ഡിവിഷനുകളിലെ ബ്ലോക്ക് നിയോജകമണ്ഡലങ്ങൾ പരസ്പരം അതിര് പങ്കിടുന്നില്ലെന്ന പരാതിയെ തുടർന്നാണ് ഇലക്ഷൻ കമ്മീഷൻ അപാകത പരിഹരിച്ചത്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA റഷീദായിരുന്നു ഇലക്ഷൻ കമ്മീഷനെ ഇതുമായി ബന്ധപ്പെട്ട് സമീപിച്ചത്. ഈ അപാകതകൾ പരിഹരിച്ചാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അന്വേഷണത്തിന് ശേഷം അന്തിമ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ജില്ലയിൽ പുതുതായി ആകെ വരുന്നത് 31 ഡിവിഷനുകളാണ്. നേരത്തെ 30 ഡിവിഷനാണ് ഉണ്ടായിരുന്നത്. കോർപ്പറേറ്റുകൾ ഇന്ത്യ വിടുക എന്ന മുദ്രാവാക്യമുയർത്തി കർഷക സംഘം, CITU, കർഷക തൊഴിലാളി യൂണിയൻ എന്നിവരുടെ ആഭിമുഖ്യത്തിൽ കൂറ്റനാട് സെന്ററിൽ പ്രകടനവും പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു. CITU ജില്ലാ പ്രസിഡന്റ് PN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം ഏരിയ സെക്രട്ടറി A കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. CITU ഏരിയ സെക്രട്ടറി PR കുഞ്ഞുണ്ണി സ്വാഗതവും KSKTU ഏരിയ പ്രസിഡന്റ് KP ശ്രീനിവാസൻ നന്ദിയും പറഞ്ഞു. ഇന്ത്യ രാജ്യത്ത് ഈ സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ കയറ്റുമതി മേഖലയിൽ നിൽക്കുന്ന മനുഷ്യസമ്പത്ത് സമുദ്രോത്പന്ന കയറ്റുമതിക്ക് അംഗമായിട്ടുള്ള ചുങ്കം ചുമത്തിയാൽ ഈ മേഖലയെ ആശ്രയിച്ച് നിൽക്കുന്ന നമ്മുടെ രാജ്യത്തിന് വിദേശനാണ്യം നേടിത്തരുന്ന
നിരവധി മത്സ്യത്തൊഴിലാളികളെ നിരസിക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് അതിന്റെ വിപത്ത് അതിരൂക്ഷമായി ഗ്രാമീണ മേഖലയെ പോലും ബാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ഈ കയറ്റുമതി ചുങ്കം വർദ്ധിപ്പിക്കുകയും ഇറക്കുമതി തീരുവ കുറയ്ക്കുകയും ചെയ്യുന്ന നടപടിയിലൂടെ എന്താണ് അമേരിക്ക ലക്ഷ്യമിട്ടത്? ഈ രാജ്യത്തെ പാപ്പരീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധിക്കാരപൂർവമായിട്ടുള്ള സമീപനം സ്വീകരിച്ചിരിക്കുക. അതുകൊണ്ടാണ് ട്രംപിന്റെ കോലം കത്തിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപിന്റെ കോലം കത്തിച്ച് പ്രതിഷേധിക്കണമെന്നതാണ് സംയുക്ത സമരസമിതി തീരുമാനിച്ചിട്ടുള്ളത്. തിരുവേഗപ്പുറ വിളത്തൂരിലെ ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിന്റെ നിർമ്മാണ ധനശേഖരണാർത്ഥം ബിരിയാണി ചലഞ്ച് നടത്തി. 18,000 പാക്കറ്റുകളാണ് ചലഞ്ചിന്റെ ഭാഗമായി നൽകിയത്. വിളത്തൂർ CH സെന്ററിന് കീഴിലാണ് ശിഹാബ് തങ്ങൾ ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കുന്നത്. ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലാണ്. പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്യുന്നതുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് സെന്ററിലൂടെ ലക്ഷ്യമിടുന്നത്. ഡയാലിസിസ് സെന്ററിന്റെ നിർമ്മാണ പൂർത്തീകരണത്തിനാവശ്യമായ ഫണ്ട് ശേഖരണത്തിന്റെ ഭാഗമായാണ് ബിരിയാണി ചലഞ്ച് ഒരുക്കിയത്. നാനാവിഭാഗം ആളുകളുടെയും സഹകരണത്തോടു കൂടിയായിരുന്നു ബിരിയാണി ചലഞ്ച്. കഴിഞ്ഞ 2 മാസക്കാലമായി പാവപ്പെട്ടവരായ നേതാക്കളും അതിലുപരി പ്രിയപ്പെട്ട സഹപ്രവർത്തകരും കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഇന്ന് ഈ വിജയത്തിലേക്ക് എത്തുവാനുണ്ടായ പ്രധാന കാരണം. അതിലുപരി ഈ നാട്ടിലുള്ള, അതുപോലെ നമ്മളെ പരിസര പ്രദേശങ്ങളിലുള്ള, അതുപോലെ ഗൾഫ് നാടുകളിലെ നമ്മുടെ സുഹൃത്തുക്കൾ ഇതിനു വേണ്ട ചിക്കനായിട്ടും കോഴിയായിട്ടും മറ്റു സാധനങ്ങളായിട്ടും നമുക്ക് ഓഫർ നൽകി എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അതിലുപരി നമ്മുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ നാട്ടുകാരായ പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള മുഴുവൻ വിളത്തൂരിലുള്ള മുഴുവൻ പൂരാഘോഷ കമ്മിറ്റി, അതുപോലെ പരിസര പ്രദേശത്തുള്ള ക്ലബ്ബുകൾ, അതുപോലെ അയ്യപ്പ സേവാ സംഘം, ഈ തുടങ്ങിയ എല്ലാ കമ്മിറ്റികളും ഇതിനെ സഹായിച്ചു എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വലിയ അനുഗ്രഹം. അതുപോലെ അലിവ്, അതുപോലെയുള്ള സംഘടനകൾ, നാട്ടിലുള്ള ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘടനകൾ. കൈപ്പുറത്തെ 2 ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു ബിരിയാണി തയ്യാറാക്കിയത്. 500ഓളം പേർ ബിരിയാണികൾ പാക്ക് ചെയ്യുവാൻ കർമ്മനിരതായി രംഗത്തുണ്ടായിരുന്നു. തിരുവേഗപ്പുറ, കൊപ്പം, വിളയൂർ, പട്ടാമ്പി, കുലുക്കല്ലൂർ, പരുതൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്കാണ് ബിരിയാണി ചലഞ്ചിന്റെ ഭാഗമായി ബിരിയാണി എത്തിച്ചു നൽകിയത്. സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ എന്നിവയുടെ സഹകരണവും ലഭിച്ചു. ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ നാനാതുറകളിൽപ്പെട്ടവരും ബിരിയാണി ചലഞ്ചിൽ കൈകോർക്കുന്ന കാഴ്ചയാണ് കാണാനായത്. 18,000ഓളം പാക്കറ്റുകളാണ് വിവിധയിടങ്ങളിലായി എത്തിച്ചു നൽകിയത്. പണമായും അരിയായും ഇറച്ചിയായും പലരും സഹായം എത്തിച്ചു. നാടിന്റെ കൂട്ടായ്മയിലാണ് ഇത്തരമൊരു പ്രവർത്തനത്തിന് ഇറങ്ങിയതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഒരു നാട് മുഴുവൻ, ഒരു നാടിലെ മൊത്തം ജനങ്ങളും ഒരു രാത്രി മുഴുവൻ, ഏകദേശം രാത്രിയെ പകലാക്കിക്കൊണ്ട് തന്നെ ഈ ഒരു പരിപാടിയിലേക്ക് എല്ലാവിധ സഹകരണവും ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം. അത് 18,000-ഓളം വരുന്ന ഒരു പാക്കറ്റാണ്. ഇതിലൂടെ പാക്ക് ചെയ്യാനും അതിന്റെ അനുബന്ധ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നഷ്ടമായ സ്വർണ്ണ കോയിൻ കണ്ടെത്തി ഉടമയെ തിരികെ ഏൽപ്പിച്ച മാതൃകയായ രവി കുറ്റനാടിനെ തൃത്താല ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് ക്ഷേത്ര പരിസരത്ത് സുഷി ആലിക്കരയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് മുകുന്ദൻ മാസ്റ്റർ പൊന്നാട അണിയിച്ചു. ജയൻ പിലാക്കാട്ടിരി, രതീഷ് പട്ടിശ്ശേരി, ശ്രീജിത്ത് ചാലിശ്ശേരി, പി മണികണ്ഠൻ, KC ദിബീഷ്, ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. KSK തങ്ങൾ സ്വാഗതവും രവി കുന്നത്ത് നന്ദിയും പറഞ്ഞു. കേരള മുസ്ലിം ജമാഅത്ത് കൂട്ടുപാത കമ്മിറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന സാന്ത്വനം ക്ലബിന്റെ ആംബുലൻസ് സമർപ്പണവും സുഹൃത്ത് സംഗമവും ഈ മാസം 15-ന് നടത്തുമെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള മുസ്ലിം ജമാഅത്തെ കൂട്ടുപാത യൂണിറ്റ് കമ്മിറ്റിക്ക് കീഴിലുള്ള കൂട്ടുപാത സ്വാതന്ത്ര്യം ക്ലബിന്റെ നേതൃത്വത്തിൽ വാങ്ങിച്ച ആംബുലൻസിന്റെ സമർപ്പണവും സുഹൃത്ത് സംഘവുമാണ് ഓഗസ്റ്റ് 15-ന് വിവിധ പരിപാടികളോടെ നടത്തുന്നത്. കൂട്ടുപാത സെന്ററിൽ വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുശാവറ അംഗം കൊമ്പം മുഹമ്മദ് മുസ്ലിയാർ ആംബുലൻസിന്റെ സമർപ്പണം നിർവഹിക്കും. കൂട്ടുപാത സ്വാതന്ത്ര്യം ക്ലബ് ചെയർമാൻ CV മുസ്തഫ സക്കാഫി അധ്യക്ഷത വഹിക്കും. ചാലിപ്പുറം മഹൽ ഖത്തീബ് അബ്ദുൽ നാസർ മദനി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. പട്ടാമ്പി ഭൂരേഖ തഹസിൽദാർ സെയ്ദ് മുഹമ്മദ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സയ്യിദ് ഫസൽ തങ്ങൾ വാടാനപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തും. മറ്റു വിശിഷ്ട വ്യക്തികളും ചടങ്ങിൽ പങ്കെടുക്കും. ഓരോ വർഷവും ഏകദേശം 500ഓളം കുടുംബങ്ങൾക്ക് ഭക്ഷ്യകിറ്റ് വിതരണം ചെയ്യുന്നു. പാവപ്പെട്ട സ്ത്രീകൾക്ക് വസ്ത്രങ്ങൾ നൽകി വരുന്നു. പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകുന്നു. അതുപോലെ തന്നെ പാവപ്പെട്ട രോഗികൾക്ക് മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ഓൾറെഡി ഓഫീസിൽ ലഭ്യമാണ്. ഇങ്ങനെ വിവിധ തുറകളിൽ
സ്വാന്തന പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന സ്വാന്തനം ക്ലബിൻ്റെ കീഴിൽ ഒരു ആംബുലൻസ് വാങ്ങി സമൂഹത്തിന് സമർപ്പിക്കുകയാണ്. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി രാവിലെ 8 മണിക്ക് പതാക ഉയർത്തുന്നു. അതോടനുബന്ധിച്ച് ഒരാത്മീയ മജ്ലിസ് സദസ്സ് സംഘടിപ്പിക്കുന്നു. വൈകുന്നേരം 4 മണിക്ക് തഹസിൽദാർ നമ്മുടെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി അന്നേ ദിവസം രാവിലെ 8-ന് ദേശീയ പതാക ഉയർത്തും. തുടർന്ന് മധുരപലഹാര വിതരണവും ചെയ്യും. സ്വാതന്ത്ര്യം ഓഫീസ് പരിസരത്ത് ആത്മീയ മജ്ലിസിന് പ്രമുഖർ നേതൃത്വം നൽകും. വാർത്താ സമ്മേളനത്തിൽ സ്വാതന്ത്ര്യം കൂട്ടുപാത ക്ലബ് ചെയർമാൻ CV മുസ്തഫ സക്കാഫി, ചാലിപ്പുറം മഹൽ കമ്മിറ്റി പ്രസിഡന്റ് മണിയാറത്ത് കോയക്കുട്ടി, രക്ഷാധികാരി മോദിൻ ഷാ, കേരള മുസ്ലിം ജമാഅത്ത് ഫൈനാൻസ് സെക്രട്ടറി CV സുലൈമാൻ, CV ഹസൈനാർ, നിഷാർ, അസ്കർ അലി സക്കാഫി, ഉസ്മാൻ ഹാജി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നാട്ടിലെ എല്ലാ ആളുകളെയും ഒരുമിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ നമ്മുടെ സ്വാതന്ത്ര്യ ക്ലബിന് കഴിഞ്ഞു എന്നുള്ളത് ചാരിതാർത്ഥ്യമാണ്. അതിൻ്റെ പ്രതിഫലമായി നമ്മുടെ സ്വാതന്ത്ര്യ ക്ലബിൻ്റെ കീഴിൽ വളരെ ആളുകളുടെ ആവശ്യമായിരുന്നു നാട്ടിലൊരു ആംബുലൻസ്. വളരെ അത്യാഹിത ഘട്ടങ്ങളിൽ ജനങ്ങൾക്കൊരു ഉപകാരമാവുമെന്ന് കരുതി അതിനുവേണ്ടി പ്രവർത്തിക്കുകയും കൂട്ടമായ എല്ലാ ആളുകളെയും അതിന് സഹകരിച്ചിട്ടുണ്ട്. എല്ലാ ആളുകളുടെയും പ്രവർത്തന ഫലമായി നമുക്കത് വാങ്ങിക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ഉദ്ഘാടനം നമ്മുടെ സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് നടക്കുകയാണ്. BJP കപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പടിഞ്ഞാറങ്ങാടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് നടന്ന മാർച്ചിലുണ്ടായ അക്രമ സംഭവങ്ങൾക്കെതിരെയും പോലീസ് BJP പ്രവർത്തകർക്കെതിരെ നടത്തിയ ക്രൂരമായ നരനായാട്ടിനെതിരെയുമാണ് BJP പ്രതിഷേധിച്ചത്. BJP കപ്പൂർ മണ്ഡലം പ്രസിഡന്റ് ദിനേശൻ എറവക്കാട് ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ ജില്ലാ സെക്രട്ടറി KV ദിവാകരൻ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം ജനറൽ സെക്രട്ടറി K നാരായണൻകുട്ടി, E രതീഷ്, വിജിത് ചാത്തയിൽ, PK രാധാകൃഷ്ണൻ, K ശിവശങ്കരൻ, TV സുരേന്ദ്രൻ, P മണികണ്ഠൻ, M സതീഷ്, K മിഥുൻ, അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.